പൊതുവെ ഒരു ധാരണ വെച്ചാൽ ഈ രാവിലെ എന്തോ കഴിക്കേണ്ട ഒരു സംഗതിയാണ് ഗണപതി ഹോമം എന്നൊരു. അതെ അതെ. പ്രഭാത സന്ധ്യയിൽ അഗ്നി ഉണരും. അപ്പോൾ ആ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഫലം കൂടുതലാണ്. അല്ലാതെ കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള ഉപദേശം തേങ്ങയുടെ എണ്ണം കൂട്ടാം. ഈ ഗണപതി എന്ന് പറയുന്ന വാക്ക് പേര് ഗണത്തിൻ്റെ പതി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഏത് ഗണത്തിൻ്റെ പതിയാണ്? ഏത് ഗണത്തിൻ്റെയും പതിയാവാം. ഏത് ഗണത്തിൻ്റെയും പതിയെ വിളിക്കുന്ന ജനറലൈസ്ഡ് ടൈമാണ് ഗണപതി. ഗണപതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലീഡർ എന്നാണ്. അപ്പോൾ മറ്റു ദേവന്മാരെയും ഗണപതി എന്ന് വിളിക്കാമല്ലോ. പിന്നെ നമ്മൾ ത്രിമൂർത്തികളിൽ മഹാദേവനെ ഗണപതിയായിട്ട് കണക്കാക്കും. ദേവിമാരിൽ പാർവതിയാണ് ഗണപതി. ഗണപതി തത്വമാണ്. ഗണപതി എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. മൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ് ഗണപതി എന്ന് പറയുന്നത്. ഗണപതി ഹോമം അതുകൊണ്ടുള്ള ഫലങ്ങൾ. ഗണപതി ഹോമം സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും കഴിപ്പിക്കുന്നവർക്കും അതിൻ്റെ ഫലത്തെ പറ്റിയിട്ട് ഒരു സംശയമില്ല. നമ്മളിൽ തന്നെയുള്ളൊരു സാമർഥ്യത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമുക്കൊരു തടസ്സം എപ്പോഴും ഉണ്ടാകുന്നത്. അവിടെ ഈ തടസ്സത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗണപതി ഹോമം കഴിക്കാറ്. അന്തരീക്ഷ ശുദ്ധിയും മനസ്സിനൊരു ശുദ്ധിയും ഒരു ക്ലാരിറ്റിയാണ്, വിഷനൊരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ് ഗണപതി ഹോമം കഴിക്കുന്നത്. ഗണപതി ഹോമത്തിൽ സർവ്വദേവതകളുടെയും പ്രീതി ഉണ്ടാവും. സമാനവും മന്ത്രസമിതി സമാനം മനസ്സഹചിത്തമേഷ. എല്ലാവരും ഒരേ മന്ത്രം ജപിക്കട്ടെ, എല്ലാവരുടെയും മനസ്സൊരുപോലെ ആവട്ടെ. നമസ്തേ രാജേഷി. ജനം ടി വിയിലൂടെ അങ്ങയുടെ സംഭാഷണങ്ങൾ കേട്ട് നിരവധി ആളുകൾ പല ദേവതകളെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിക്കുകയും അങ്ങയോട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം നമുക്ക് ഇന്ന് ദേവതകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. അതിൽ ആദ്യത്തെ ദേവതയായി ഏറ്റവും പ്രഥമ ഗണനീയനായ ഗണനായകനെ ഭഗവാൻ ഗണേശനെ തന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ഗണപതി എന്നുള്ളതാണ്. ആരാണ് ഗണപതി? എന്താണ് ഗണേശൻ എന്ന് പറഞ്ഞ സങ്കല്പം? അത് ഒന്ന് പറയാമോ? ഭഗവതിയുടെ ഇച്ഛാശക്തിയെ തന്നെയാണ്, ജ്ഞാനശക്തിയും കൂടിയാണ് ചത്ത് ഗണപതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് സാക്ഷാൽ ഭഗവതി തന്നെയാണ് ഗണപതി സ്വരൂപത്തിലിരിക്കുന്നത്. അത് ഏറ്റവും ബുദ്ധിമാന്മാരിൽ വെച്ച് ബുദ്ധിമാൻ, കവിം കവീനാം, അങ്ങനെയാണ് മന്ത്രത്തിൽ കിടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ എന്തൊരു പ്രവൃത്തി നമ്മൾ തുടങ്ങണമെങ്കിലും നമ്മൾ ആദ്യം വേണ്ടത് അതിന് ഇച്ഛ ജ്ഞാനം രണ്ട് ശക്തികളാണ്. അതിനെ നമ്മൾ ക്രിയാശക്തിയാക്കി മാറ്റിയാണ് ഒരു പ്രവൃത്തി നമ്മൾ നടത്തുന്നത്. അല്ലാതെ ഈ മൂന്നും കൂടെ ചേരാതെ ഒരു പ്രവൃത്തിക്ക് പൂർണ്ണതയില്ല. അപ്പോൾ ഈ പൂർണ്ണമായ ഈ ഒരു പ്രവൃത്തി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ആദ്യം വേണ്ടുന്നത് ഈ ഗണപതിയുടെ സാന്നിധ്യമാണ്. അത് ദേവന്മാരിൽ ഈ മൂർത്തികളിൽ ഏറ്റവും ആദ്യത്തെ ആളായിട്ടും ഒക്കെ കണക്കാക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. മൂലാധാര ശക്തിയുടെ ദേവത കൂടിയാണ്. ആധാരചക്രങ്ങളിലെ ആദ്യത്തെ ചക്രമായിട്ടുള്ള മൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ് ഗണപതി എന്ന് പറയുന്നത്. മൂലാധാര ചക്രത്തിലെ പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിയാണ് മൂലാധാര ചക്രത്തിൻ്റെ ഭൂതം. അതുകൊണ്ട് തന്നെ ചതുരത്തിലാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതിൻ്റെ ദേവതയാണ് ഗണപതി. ഈ പൃഥ്വിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി, പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത്. ബാക്കി വായുവിനും ജലത്തിനും അഗ്നിക്കും ഒന്നും സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിട്ടുള്ള സ്ഥിരമായ അല്ലെങ്കിൽ ഉറപ്പുള്ളതുമായിട്ടുള്ള കാര്യമാണ് പൃഥ്വി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗണപതിക്ക് അവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അടിസ്ഥാനശില അത് ഗണപതിയാണ്. ഏത് മന്ത്രോപാസന ചെയ്യണമെങ്കിലും എന്ത് തരത്തിലുള്ള ദേവതോപാസന ചെയ്യണമെങ്കിലും ഗണപതിയുടെ സാന്നിധ്യം ഇല്ലാതെ, ഗണപതിയെ പ്രീതിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗണപതി ഇല്ലാത്ത ഒരു പദ്ധതിയും പോസിബിളല്ല. അപ്പം ശൈവ പദ്ധതികളിലാണെങ്കിലും ശാക്തേയത്തിലാണെങ്കിലും വൈഷ്ണവ പദ്ധതികളിലാണെങ്കിലും ഗണപതി ഈ മൂന്ന് വിഭാഗത്തിലും കാണാം. ശൈവ സങ്കല്പത്തിലുള്ള ഗണപതി, വൈഷ്ണവ സങ്കല്പത്തിലുള്ള ഗണപതി, അതുപോലെ തന്നെ ശാക്തേയമായിട്ടുള്ള സങ്കല്പത്തിലുള്ള ശാക്തേയ ഗണപതികൾ, അതായത് ശക്തി ഗണപതി പോലെയുള്ള ഗണപതികൾ, ഇതൊക്കെ ഹേരംഭൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഗണപതികളൊക്കെ ഈ സങ്കല്പങ്ങളൊക്കെ തന്നെ നമുക്ക് ശാക്തേയത്തിൽ കാണാം. അപ്പോൾ ഏത് പദ്ധതിയിലെടുത്താലും ഇനി ദക്ഷിണം വാമം സമയം കൗളം ഇങ്ങനെ പോകുന്ന പദ്ധതികളാണെങ്കിൽ, മിശ്രം ഇങ്ങനെയുള്ള പദ്ധതികളാണെങ്കിൽ അതതിന് ചേരുന്ന ഗണപതി ഉണ്ട്. ശ്രീവിദ്യാ പദ്ധതിയിലാണെങ്കിൽ അവിടെയും ഗണപതി ഉണ്ട്. ഗണപതിയുടെ സാന്നിധ്യം ഇല്ലാതെ, ഗണപതിയെ തുടങ്ങാതെ, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെങ്കിലും ഗണപതിക്ക് ഉപാസന ചെയ്യാതെ മുന്നോട്ട് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗണപതി വളരെ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതയാണ്. ഏറ്റവും അവസാനം പറഞ്ഞതിലൊരു ചെറിയ സംശയം. അതായത് ശ്രീവിദ്യാ പദ്ധതിയിൽ ഗണപതിയുണ്ട്. പൂർവ്വജന്മത്തിലെങ്കിലും ഗണപതി ഉപാസന ചെയ്യാതെ ഈ ജന്മത്തിൽ ശ്രീവിദ്യാ പദ്ധതിയിലേക്ക് ഒരു സാധകൻ ഉപാസന തിരിയാൻ സാധിക്കില്ല. അപ്പോൾ ഗണപതി പ്രീതിപ്പെട്ടാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമ്മൾ പറയുന്ന രുദ്രഗ്രന്ഥിയിലേക്ക് അനുഷ്ഠാന പദ്ധതി കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ
ഈ ശ്രീവിദ്യാ പദ്ധതിയിലൊക്കെ എത്തിപ്പെടുത്തുള്ളൂ. അപ്പോൾ അവിടെ പൂർവ്വജന്മത്തിൽ തന്നെ ഗുരു ഉണ്ടാവുകയും ആ ഗുരു കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് പിന്നെ ജീവൻ വെടിയുന്നതിന് ശേഷം വീണ്ടും എടുക്കുന്ന ജന്മങ്ങളാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അവിടെ പൂർവ്വജന്മത്തിൽ ഗണപതി സാധന ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ജന്മത്തിൽ അതിന് മുകളിലുള്ള മന്ത്രങ്ങളൊക്കെ ഉപാസിക്കാനുള്ള യോഗം ഉണ്ടാവുള്ളൂ. ചെയ്യാതെ ഒരിക്കലും സാധിക്കില്ല. ഈ ഗണപതി എന്ന് പറയുന്ന ആ വാക്ക് പേര് ഈ ഗണത്തിൻ്റെ പതി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഏത് ഗണത്തിൻ്റെ പതിയാണ് ഉദ്ദേശിച്ചത്? ഏത് ഗണത്തിൻ്റെയും പതിയാവാം. ഏത് ഗണത്തിൻ്റെയും പതിയെ വിളിക്കുന്ന ജനറലൈസ്ഡ് ടൈമാണ് ഗണപതി. ഗണപതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലീഡർ എന്നാണ്, വേറൊന്നുമില്ല. ഗണങ്ങളുടെ കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഗണങ്ങളുടെ ഉടയവൻ അല്ലെങ്കിൽ അതിൻ്റെ ലീഡർ, ആ സങ്കല്പത്തിലാണ് ഗണപതി എന്നുള്ള വാക്ക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റു ദേവന്മാരെയും ഗണപതി എന്ന് വിളിക്കാമല്ലോ. പിന്നെ നമ്മൾ ത്രിമൂർത്തികളിൽ മഹാദേവനെ ഗണപതിയായിട്ട് കണക്കാക്കും. മുമ്പ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ദേവിമാരിൽ പാർവതിയാണ് ഗണപതി, ജലദേവതകളിൽ വരുണൻ ഗണപതിയാണ്, ധനികരിൽ കുബേരൻ ഗണപതിയാണ്. കുബേരനും ഗണപതിയായിട്ടുള്ള ബന്ധം എന്നുള്ള ഒരാൾ ചോദിച്ചു. അത് ഇതാണ്, ധനികരിൽ കുബേരനാണ് ഗണപതി. അല്ലെ, കുബേരനും ഗണപതിയും തമ്മിലൊരു വഴക്കിൻ്റെ ഒരു പ്രശ്നം പുരാണങ്ങളല്ലേ. പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകളാണ്. അത് നമ്മൾ അതിനകത്തെ തത്വത്തെ മാത്രമേ ഗ്രഹിക്കേണ്ടതുള്ളൂ. അല്ലാതെ പുരാണ കഥകൾ എവിടെയും സംഭവിച്ചതായിട്ടോ അല്ലെങ്കിൽ 5000 കൊല്ലം മുമ്പ് നടന്നൊരു കഥയാണ് അങ്ങനെയൊന്നുമില്ല. ഗണപതി ഈ കഥകൾ എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗണപതിയും കുബേരനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ധനം മൂലമുള്ള അഹങ്കാരവും ജ്ഞാനവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ അവിടെ എപ്പോഴും ജ്ഞാനത്തിനാണ് വാല്യൂ, ധനത്തിനല്ല വാല്യൂ എന്നാണ് ആ കഥ ഓർമ്മിപ്പിക്കുന്നത്. മൊറാൽ ഓഫ് ദ സ്റ്റോറി അതാണ്. പക്ഷേ നമ്മളതിന് പകരം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് പുരാണത്തിലെ ആ തത്വങ്ങളെ മാത്രം എടുക്കുന്നതിന് പകരം അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള വസ്തുക്കളെ എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അതിന് കഥകളിൽ ശോഷണം വന്നത്. അപ്പം ഗണപതി എന്ന് പറയുന്നത് ദേവന്മാരിൽ ഇന്ദ്രനും ഗണപതിയാണ്, അങ്ങനെ പറയാം. അപ്പം ആരെ എടുത്താലും നമ്മൾ ആ ഗണത്തിൻ്റെ കൂട്ടം. സുബ്രഹ്മണ്യനും ഗണപതിയായിട്ടുള്ള ബന്ധം ദേവസേനയിൽ സുബ്രഹ്മണ്യൻ ഗണപതിയാണ്. അതെ, ഞാൻ അതിലേക്കായിരുന്നു വന്നത്. അപ്പോൾ ദേവസേനാധിപതിയായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഒരു ഗണപതിയാണ്. ഗണപതി തത്വമാണ്. ഗണപതി എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. നമ്മളത് മനസ്സിലാക്കണം. ആ ഒരു രൂപത്തിലൊരു മൂർത്തിയെ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ആ മൂർത്തി കൽപ്പനയ്ക്ക് പിന്നിൽ ഒരുപാട് ആന്തരികമായ അർത്ഥങ്ങളുണ്ട്. ആ വലിയ വയറും വലിയ ആനത്തലയൊക്കെ വരാനുള്ള കാരണം 1-2 കാരണങ്ങളെ കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഗണപതി എന്ന് പറയുന്ന ആൾ തത്വത്തിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ലീഡറിനെയാണ് ഗണപതി എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മളൊരു പൂജ ചെയ്യുന്നു, ഹോമങ്ങൾ നടത്തുന്നു, എന്ത് നല്ല കാര്യങ്ങളും ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകുന്നു. അപ്പോൾ പ്രഥമ സ്മരണീയനായിട്ട് ആദ്യ പൂജ അല്ലെങ്കിൽ സ്മരിക്കുന്നത്, വിഘ്നങ്ങളെല്ലാം നീക്കിത്തരുന്നത് ഒക്കെ ഭഗവാൻ ഗണേശനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗണപതി വിഘ്നേശ്വരനാകുന്നത്? എങ്ങനെയാണ് എല്ലാ വിഘ്നങ്ങളെയും സാമർഥ്യമായതുകൊണ്ട്. ആ വേദമന്ത്രത്തിലുണ്ടല്ലോ, കവിം കവീനാം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ബുദ്ധിമാന്മാരിൽ വെച്ച്, സാമർഥ്യമുള്ളവരിൽ വെച്ച് ഏറ്റവും സമർത്ഥനായിട്ടുള്ള ആളെയല്ലേ നമ്മൾ ആദ്യം ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വിളിക്കുന്നത്, അല്ലേ? നമ്മളൊരു വീട് വയ്ക്കാൻ പ്ലാനിട്ടു, വീട് വയ്ക്കാൻ നമ്മുടെ മനസ്സിൽ പ്ലാനിട്ടു. നമ്മളൊരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്റ്റിനോ കാണും, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണും, അല്ലേ? അല്ലെങ്കിൽ ഒരു സ്ഥപതിയെ കാണും. അപ്പോൾ അതിന് എന്തിനാണ് അയാളെ കാണുന്നത്? നമുക്കൊരു സാധാരണ കൽപ്പണിക്കാരനെ കണ്ടാൽ പോരെ? അത് പോരാ. അവിടെ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു ഗൈഡൻസ് ആദ്യം കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരാൾ തന്നെ വേണം. അതാണ് ഈ കവിം കവീന എന്നുള്ള വാക്കിൻ്റെ, ബുദ്ധിമാന്മാരിൽ വെച്ച ഏറ്റവും ബുദ്ധിമാൻ. അപ്പം വ്യാസൻ ഭാരതം എഴുതുമ്പോഴും ഗണപതിയാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും ഗണപതിയെ സ്മരിച്ചിട്ടാണ് തുടങ്ങുന്നത്. കാരണം വ്യാസനേക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ് ഗണപതി. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തെ സ്മരിച്ചിട്ട് തുടങ്ങുന്നത്. അപ്പം ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ സ്മരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് ഗണപതിയെ സ്മരിക്കുന്നത്. ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നമ്മളപ്പോൾ എപ്പോഴും ചെയ്യുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ചെയ്യുന്നത് ഈ ഗണപതി ഹോമം ആണ്. എന്ത് കാര്യം തുടങ്ങുമ്പോഴും പുതിയ വീട് വെക്കുമ്പോഴും മീറ്റിങ്ങുകൾക്കും ഒക്കെ ഈ ഗണപതി ഹോമം അതുകൊണ്ടുള്ള ഫലങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ? ഗണപതി ഹോമം സ്ഥിരമായിട്ട് കഴിപ്പിക്കുന്നവർക്കും അതിൻ്റെ ഫലത്തെ പറ്റിയിട്ട് ഒരു സംശയമില്ല. നമ്മൾ ഒരു തടസ്സം നീങ്ങാനായിട്ട് നമ്മളിൽ തന്നെയുള്ളൊരു സാമർഥ്യത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമുക്കൊരു തടസ്സം എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ അത് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ തടസ്സത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗണപതി ഹോമം കഴിക്കാറ്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു അന്തരീക്ഷ ശുദ്ധിയും മനസ്സിനൊരു ശുദ്ധിയും ഒരു ക്ലാരിറ്റിയുമാണ്, ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയാണ് ഗണപതി ഹോമം കഴിക്കുമ്പോൾ പതിവ്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഗണപതി ഹോമത്തിൽ സർവ്വദേവതകളുടെയും പ്രീതി ഉണ്ടാവും. മൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണെന്ന് പറഞ്ഞല്ലോ. മൂലാധാര ചക്രത്തിലെ ഗണപതിയെയും സഹസ്രാരത്തിലെ ദുർഗയുമാണ് ഗണപതി ഹോമം ഭവസേവയും കൊണ്ട് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. അപ്പം ഈ ഗണപതി ഹോമത്തിൽ തന്നെ നമ്മൾ ഹോമിക്കുന്ന ഒരുപാട് വസ്തുക്കൾ നമ്മൾ മറ്റ് ദേവതകൾക്കൊക്കെ ഹോമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കൂട്ടത്തിലെ ഗണപതിമാർക്ക് ഹോമിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കുബേരന് ഹോമിക്കുന്നുണ്ട്,
വരുണന് ഹോമിക്കുന്നുണ്ട്, പാർവതിക്ക് ഹോമിക്കുന്നുണ്ട്, വിഷ്ണുവിനും ശിവനും ഹോമിക്കുന്നുണ്ട്, അഷ്ടാക്ഷരി പഞ്ചാക്ഷരി എടുത്ത് ഹോമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൃത്യുഞ്ജയ രുദ്രനും ഹോമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദേവതകൾക്ക് ഈ ഗണപതി ഹോമത്തിൽ നമ്മൾ ആഹുതികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രയോജനം ആ സർവ്വദേവതാ പ്രീതി ഉണ്ടാവും. പ്രീതി ഉണ്ടാകുമ്പോൾ നമുക്ക് തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ ഗണപതി ഹോമത്തിൽ ദ്രവ്യങ്ങളുണ്ടല്ലോ, അർപ്പിക്കുന്ന ദ്രവ്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഫലങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ദ്രവ്യങ്ങളും ഫലങ്ങളും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുമോ? പറയാം. നമ്മളിപ്പോൾ അഷ്ടദ്രവ്യം എന്ന് പറയുന്ന ആ ഗണപതി കൂട്ടിലുള്ള ഓരോ ദ്രവ്യത്തിനും പ്രത്യേകം ഫലമുണ്ട്. അത് നമ്മുടെ നവഗ്രഹ പ്രീതിക്കായിട്ടാണ് ഈ അഷ്ടദ്രവ്യത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഗ്രഹത്തിൻ്റെ മാത്രം നമ്മൾ അപ്പോൾ ചോദിക്കും 9 ഗ്രഹം, ഒരെണ്ണം എടുക്കണില്ലല്ലോ, അഷ്ടദ്രവ്യമല്ലേ പറയുന്നത്. അതിൽ കേതു സ്വയം ഗണപതി തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ കേതുവിൻ്റെ ദ്രവ്യം അവിടെ വേണമെന്നില്ല. ആ ദ്രവ്യം മന്ത്രമാണ്. 9ാമത്തെ ദ്രവ്യം എന്ന് പറയുന്നത് അതിൽ മന്ത്രമാണ്, അതായത് ആ മൂലമന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 8 ദ്രവ്യങ്ങളെ 8 ഗ്രഹങ്ങളുടെ പ്രീതിക്കായിട്ടും ബാക്കി മന്ത്രത്തെയും കൂടെ ചേർക്കുമ്പോൾ 9 ദ്രവ്യം നമ്മൾ 9ആയിട്ട് കണക്കാക്കി 8 പ്രാവശ്യമായിട്ട് ഹോമിക്കുകയാണ്. അതിനു മുൻപ് നാളികേരപ്പൂളൊക്കെ ഹോമിക്കും. അത് ഈ ലോകങ്ങളെ സങ്കല്പിച്ചാണ്. ഇപ്പം ഭൂലോകം, ഭൂർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം, ഈ ലോകങ്ങളെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ നാളികേരപ്പൂള് ഹോമിക്കാറുണ്ട്. അതിന് വ്യാഹൃതി കൊണ്ട് ഹോമിക്കാമെന്ന് പറയും. പിന്നെ നമ്മൾ 8 ദ്രവ്യങ്ങളെ കൂട്ടിയിട്ടുള്ള അഷ്ടദ്രവ്യം, ചിലയിടത്ത് അത് ഷോഡശദ്രവ്യമായിട്ട് പതിവുണ്ട്, ചിലയിടത്ത് കുറച്ചുകൂടെ കൂടുതലൊക്കെ എടുക്കാറുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിൽ, പ്രധാനമായിട്ടും ഈ അഷ്ടദ്രവ്യം തന്നെയാണ് അത് ഹോമിക്കാറുണ്ട്. അതുകൂടാതെ ആ ഉണ്ണിയപ്പം, അട, എന്താ വെച്ചാൽ ഈ മൂലാധാര ചക്രത്തിൻ്റെ ആയതുകൊണ്ട് പൃഥ്വീതത്വമായിട്ടുള്ള സാധനങ്ങൾ വേണം കൂടുതൽ ഹോമിക്കാൻ. അതാണ് ഈ ഒറ്റയപ്പത്തിനും എള്ളുണ്ടയ്ക്കും ഈ കട്ടിയുള്ള സാധനങ്ങൾക്ക്, ലഡ്ഡു, ഇങ്ങനെയൊക്കെയുള്ള ഉറച്ച സാധനങ്ങളാണ് എടുക്കേണ്ടത് കൂടുതൽ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ അപ്പമൊക്കെ ഉപയോഗിക്കുന്നത്. മോദകമൊക്കെ ഉൾപ്പെടുന്ന. പിന്നെ നമ്മൾ ഹോമിക്കുന്ന പ്രധാന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറുക നമ്മൾ ഹോമം തന്നെയുണ്ടല്ലോ. ഉണ്ട്. കറുകഹോമം എന്ന് പറഞ്ഞാൽ ആയുസ്സിന് വേണ്ടിയിട്ട്, ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹോമിക്കുന്നതാണ്. ഈ ത്രംബക മന്ത്രം കൊണ്ടാണ് പതിവ് കറുക ഹോമിക്കാറ്. അത് കഴിഞ്ഞാൽ മുക്കുറ്റി നമ്മൾ സ്വയംവര പാർവതി മന്ത്രം കൊണ്ടാണ്, പാർവതിയെ സങ്കല്പിച്ചാണ് മുക്കുറ്റി ഹോമിക്കാറ്. തെച്ചിപ്പൂ നാര് ഊരിയെടുത്തത്, നാര് കളഞ്ഞത്, നാളം കളഞ്ഞത് എന്നൊക്കെ പറയും, അത് നമ്മൾ ഹോമിക്കും. 36 അതും ഹോമിക്കും. അത് ഹോമിക്കുന്നത് അശ്വാരൂഢയ്ക്കാണ്. ഈ ദേവതകളെല്ലാം ഗണപതി ഹോമത്തിൻ്റെ ഹോമകുണ്ഡത്തിൽ അതെ, അത് ആ ഗണപതി, നമ്മൾ ആവാഹിക്കുന്ന ഗണപതി പൂർണ്ണ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഗണപതി സകല ദേവതകളോടും കൂടി വന്നിരിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണപതി ഹോമത്തിന് ഒരു അന്യമന്ത്ര രചനത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. നമ്മൾ ഈ മന്ത്രങ്ങൾ മാറ്റി ഹോമിച്ചാലും ഒന്നും അവിടെ ശൈവശാക്ത വൈഷ്ണവ ഭേദം പോലും നോക്കണ്ട എന്നുള്ളതാണ്. പിന്നെ തെച്ചിപ്പൂ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എള്ള് ഹോമിക്കും. എള്ള് പല പക്ഷക്കാരാണ്. അഷ്ടാക്ഷരി ഹോമിക്കുന്നവരുണ്ട്, പഞ്ചാക്ഷരി ഹോമിക്കുന്നവരുണ്ട്, അതല്ലാതെ അഘോരം കൊണ്ട് ഹോമിക്കുന്ന ആളുകളും ഉണ്ട്. പിന്നെ ഹോമിക്കുന്നത് നെല്ലാണ്. അത് കുബേരനെ സങ്കല്പിച്ചാണ് ഹോമിക്കുന്നത്. ഉത്തിഷ്ട ഹരിതപിങ്കള ലോഹിതാക്ഷ ധനധാന്യ രത്നസമൃദ്ധിം മേ ദേഹി ദദാഭയ സ്വാഹ എന്നാണ് മന്ത്രം. അവിടെ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും മാത്രമുള്ള ധനം തരണേ. നമുക്ക് നിറഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഇഷ്ടംപോലെ ആയി, ഇനി അങ്ങ് കൊടുക്കാം. അപ്പോൾ അത്രയ്ക്ക് തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ സാധിക്കണേ എന്നാണ് എൻ്റെ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവനവനുണ്ട് ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റണേ. ധനധാന്യ രത്നസമൃദ്ധി എനിക്കുണ്ടാവണേ എന്നാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ഋണമോചനത്തിന് ഗണപതി ഹോമത്തിലൊരു പ്രയോഗമുണ്ട്. അത് സാധാരണ ഗണപതി ഹോമത്തിലല്ല, പകുതി പേർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. അത് വരുണൻ്റെ മന്ത്രമാണ്. ധ്രുവാസുത്വ സുക്ഷിദിഷു ഷുഷിയന്തോ ആസ്മത് പാശം വരുണോമോചത് അവോവന്വാന ആതിഥേരുവസ്താദ്യൂയം പാദ സ്വസ്തിവിസദാന സ്വാഹ. ഈ മന്ത്രമാണ് ചിരട്ട, കണ്ണുള്ള ചിരട്ട ഹോമിക്കാനായിട്ട് എടുക്കുന്നത്. അത് വരുണൻ്റെ മന്ത്രമാണ്. എന്നാൽ മറ്റേ ചിരട്ടയുടെ ഭാഗം ഹോമിക്കുന്നത് ആദൂന ഇന്ദ്രക്ഷുമന്തം ചിത്തംഗ്രാവം സംഗൃഭായ മഹാഹസ്തി ദക്ഷിണയന സ്വാഹ എന്നാണ് രണ്ടാമത്തെ മന്ത്രം. ഇനി നമ്മൾ അതിനകത്ത് പല ദ്രവ്യങ്ങൾ, ചിലർ ഇത് കഴിഞ്ഞ് പഞ്ചസാര ഹോമിക്കുന്നവരുണ്ട്. ഇത് കഴിഞ്ഞ് മാമ്പഴം, ചക്കയൊക്കെ ഹോമിക്കുന്നു. ചക്ക ഹോമിക്കും, മാമ്പഴം ഹോമിക്കും, ചക്കപ്പഴം ഹോമിക്കും. ഉപ്പുമാങ്ങ വളരെ വിശേഷമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു സാധനം വെച്ചാൽ ഈ ശക്തമായ തടസ്സമുള്ളപ്പം ഈ ക്ഷിപ്രഗണപതി മന്ത്രം ഉണ്ട്. മന്ത്രം പുസ്തകങ്ങളിലുള്ളതുകൊണ്ട് മന്ത്രം പറയുന്നില്ല.
ചെറിയ മന്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കൊട്ടത്തേങ്ങ തുരന്നിട്ട് കൊട്ടത്തേങ്ങയുടെ ഈ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക, ചെറിയ ദ്വാരാക്കിയിട്ട്. എന്നിട്ട് അതിനകത്ത് തേനും കൽക്കണ്ടവും ശർക്കരയും കദളിപ്പഴവും ചേർത്ത് കുഴച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കി നിറയ്ക്കണം. എന്നിട്ട് അത് അടച്ച് നെയ്യും കൂടെ ചേർത്ത് അതോടെ അടച്ച് ക്ഷിപ്രഗണപതി മന്ത്രം അവസാനം ഒരു 108 ജപിച്ച് അതുകൊണ്ട് ആഹുതി കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് തടസ്സങ്ങൾ മാറും. ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇതാണ്, ഈ നമ്മുടെ കേസ് തീർപ്പാകാതെ പോകുന്ന കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഫലിക്കാറുണ്ട്. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ 100 പേര് കഴിച്ചാൽ 100 പേരുടെയും ഫലിക്കുമെന്നല്ല പറയണേ. അതിന് പല കാരണങ്ങളും തടസ്സമായിട്ടുണ്ടാവും. പക്ഷെ സാധാരണഗതിയിലുള്ള തടസ്സമൊക്കെ ഇതുകൊണ്ട് മാറി കിട്ടാറുണ്ട്. ഇനി അത് വ്യവഹാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഈ ശക്തമായ തടസ്സമാണെങ്കിൽ കൊട്ടത്തേങ്ങയുടെ എണ്ണം കൂട്ടണം, ഗണപതി ഹോമത്തിൻ്റെ ആവർത്തിയും കൂട്ടണം. അപ്പം ഒരു ദിവസം പോരാ, അതിന് പകരം 11 ദിവസം അടുപ്പിച്ച് കഴിക്കണം. ഇതുപോലെ തന്നെ കഴിക്കണം. ഓരോ കൊട്ടത്തേങ്ങ പോരാണ്ട് വരും. ചിലപ്പോൾ ഒരു 11 കൊട്ടത്തേങ്ങ വീതം ഇതുപോലെ നിറച്ച് ഹോമിക്കേണ്ടി വരും. അതൊരു 10 ദിവസം കഴിക്കേണ്ടി വരും, അല്ല 15 ദിവസം കഴിക്കേണ്ടി വരും, ചിലപ്പോൾ 21 ദിവസം കഴിക്കേണ്ടി വരും. അത് തടസ്സത്തിൻ്റെ കാഠിന്യം അനുസരിച്ചൊക്കെ കഴിക്കും. പല കാര്യങ്ങളും ഇതുകൊണ്ട് നടന്ന അനുഭവമുണ്ട്. ഒരുപാട് പേരുടെ കാര്യങ്ങൾ നടന്നു കിട്ടിയതായിട്ട് വ്യക്തിപരമായി എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ശക്തി ഗണപതി മന്ത്രം കൊണ്ടൊക്കെ ഈ ശത്രുദോഷമൊക്കെ ഉള്ള സമയത്ത് ശക്തി ഗണപതി മന്ത്രം കൊണ്ടുള്ള ചില പ്രയോഗവിധികളൊക്കെ ഉണ്ട്. സാധാരണ ഗണപതി ഹോമം തന്നെ കഴിക്കാം, അതല്ലാതെയും പ്രത്യേകമായിട്ട് തന്നെ ഹോമിക്കാറുണ്ട്. ഈ പൊതുവെ ഒരു ധാരണ വെച്ചാൽ ഈ രാവിലെ എന്തോ കഴിക്കേണ്ട ഒരു സംഗതിയാണ് ഗണപതി ഹോമം എന്നൊരു, അതിലേക്കാണ് അരുണോദയത്തിൽ കഴിക്കണം എന്നുള്ളൊരു. അതെന്ന് വെച്ചാൽ ഈ ഹോമങ്ങളെല്ലാം തന്നെയും അഗ്നിമുഖമാണല്ലോ. അപ്പോൾ ഈ അഗ്നി ഉണരുന്ന സമയം എന്ന് പറയുന്നത് ഈ സന്ധ്യാസമയത്താണ്. പ്രഭാത സന്ധ്യയിൽ അഗ്നി ഉണരും. അപ്പോൾ ആ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഫലം കൂടുതലാണ്. അല്ലാതെ കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള ഉപദേശം തേങ്ങയുടെ എണ്ണം കൂട്ടാൻ പറയും. അപ്പം ഒരു തേങ്ങയുടെ കൂട്ടിന് പകരം 2 തേങ്ങ, 3 തേങ്ങ, 4 തേങ്ങ, അങ്ങനെ 8 തേങ്ങ വരെ പോകാം സാധാരണഗതിയിൽ. അപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ തേങ്ങയുടെ എണ്ണം കൂട്ടുക. പിന്നെ വൈകുന്നേരങ്ങളിലേക്ക് പോകുമ്പോൾ ഈ തേങ്ങ അതുപോലെ പൂളി നമ്മൾ സാധാരണ എടുക്കുന്നതിന് പകരം തേങ്ങ ചിരണ്ടി എടുക്കും. തേങ്ങ ചിരണ്ടി അതിൽ ഇന്ദുപ്പും ശർക്കരയും തേനും ചേർത്ത് ഹോമിക്കാറുണ്ട്, ജീരകവും. അത് അതിന് പറയുന്നത് ചെങ്കണപതി ഹോമം എന്ന് പറയും. വൈകുന്നേരങ്ങളിൽ കഴിക്കുന്നതിന് പേരൊക്കെ സന്ധ്യയ്ക്ക് ശേഷമാണോ? സന്ധ്യാസമയത്താണ്, സന്ധ്യ കഴിഞ്ഞ സമയത്താണ്. സാധാരണഗതിയിൽ അതിന് എന്താണെന്ന് വെച്ചാൽ ഈ ചെങ്കണപതി ഹോമം എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന എന്തോ ഭീകരമായ എന്തോ ഗണപതിയാണ്. അങ്ങനെയല്ല. ചെങ്കണപതിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പാർവതിയുടെ മടിയിലിരിക്കുന്ന ഗണപതിയാണ്. പല്ലില്ല. അപ്പോൾ വായ്ക്കുള്ളിൽ നല്ല ചുവന്ന നിറമാണ്. ഈ പാല് കുടിക്കുന്ന തീരക്കുട്ടി, അതാണ് ശരിക്കും ചെങ്കണപതി എന്ന് പറയുന്നത്. അത്ര അപ്പോൾ അതുകൊണ്ടാണ് ആ ദ്രവ്യം ഇങ്ങനെ വളരെ ലോലമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്ക് പോലെ ആക്കി ഉണ്ടാക്കിയെടുത്തിട്ട് ഹോമിക്കുന്നത്. പക്ഷേ ഈ ഗണപതി ഹോമത്തിന് ഫലം എന്താണെന്നറിയാമോ? യുദ്ധവിജയമാണ്. ചെങ്കണപതി ഹോമം ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ യുദ്ധം തുടങ്ങുന്നതിന് സാധാരണ വൈകുന്നേരങ്ങളിലാണല്ലോ യുദ്ധം പണ്ടൊക്കെ. അപ്പോൾ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഗണപതി ഹോമമാണ്. യുദ്ധം തുടങ്ങിയാൽ അത് വിജയിക്കാൻ വേണ്ടി. അതെ, ചെങ്കണപതി ഹോമം. യുദ്ധത്തിന് മഹാഭാരത യുദ്ധത്തിന് വരെ ചെങ്കണപതി ഹോമം കഴിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു ഗണപതി ഒരുപാട് ഇത്. പിന്നെ ഈ ചില സമ്പ്രദായങ്ങളിലൊക്കെ ത്രികാല ഗണപതി ഹോമമുണ്ട്. രാവിലെ ഒരു ഗണപതി ഹോമം, ഉച്ചയ്ക്ക് ഒരു ഗണപതി ഹോമം, വൈകിട്ട് 3 സന്ധ്യകളിലായിട്ട് കഴിക്കും. അതായത് ഉച്ചയ്ക്കൊരു സന്ധ്യയുണ്ട്, 12 മണിയോടുകൂടിയൊക്കെ വരുന്ന സമയം സന്ധ്യയാണ്, അഭിജിത്ത് മുഹൂർത്തമൊക്കെ നിൽക്കുന്ന സമയം, മധ്യാഹ്ന. അതെ, ആ സമയത്ത് കഴിക്കും. വൈകിട്ട് വീണ്ടും കഴിക്കും, ത്രികാലമായിട്ട് കഴിക്കും. ചില ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ വളരെ ലേറ്റ് നൈറ്റായിട്ട് തുടങ്ങി, അതായത് 12 മണിക്ക് ശേഷം ആരംഭിച്ച് വെളുപ്പിനെ തീരുന്ന ഗണപതി ഹോമമുണ്ട്. അപ്പം ഉദാഹരണം പറഞ്ഞാൽ വാഞ്ചകൽപ്പലതാ ഗണപതി ഹോമം പോലുള്ളതൊക്കെ വളരെ ലേറ്റ് നൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ഈ ശ്രീവിദ്യയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതെ, ശ്രീവിദ്യാ ഗണപതിയാണ് ഈ വാഞ്ചകൽപ്പലതാ ഗണപതി എന്ന് പറയുന്നത്. അതിനും പ്രയോഗവിധി ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ നോക്കും, ഞാൻ ഒരു സാധാരണ ഒരു അടുപ്പിൽ 12 നാളികേരപ്പൂൾ വാരി നെയ്മുക്കി ഇട്ട് കഴിക്കാവുന്ന ഗണപതി ഹോമം മുതൽ നവരത്നം സ്വർണ്ണൻ രത്നങ്ങൾ ഹോമിക്കുന്ന വലിയ പദ്ധതി വരെ ഗണപതി ഹോമത്തിനുണ്ട്. അടുപ്പിൽ 12 കഷ്ണം നാളികേരപ്പൂൾ ഇട്ടിട്ട് ഗണപതി ഹോമം തുടങ്ങാറുണ്ട്. വീടുകളിൽ അടുപ്പ് ചെയ്യാറുണ്ട്. പണ്ട് സ്ത്രീകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അധികം അടുപ്പില്ലാത്തതിൻ്റെ പേരിലായിരിക്കും ഇപ്പോൾ ചെയ്യാത്തതെന്ന് തോന്നുന്നു. എല്ലാവരും ഗ്യാസ് സ്റ്റവ്. അതെ, പണ്ട് വിളക്ക് കത്തിച്ചാണല്ലോ തുടങ്ങുന്ന അടുക്കള. കുളി കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി അടുപ്പ് കത്തിച്ചാൽ അതിൽ നാളികേരപ്പൂൾ ലോലമായിട്ട് കീറിയെടുക്കും. 12 നെയ്യ് മുക്കി
ഗണപതിയുടെ മൂലം ജപിച്ച് ഹോമിച്ചിട്ടാണ് തുടങ്ങാറ്. ചിലരങ്ങനെ ഈ പൂളാറില്ല, അതിന് പകരം ഒരു മുറി തേങ്ങ തന്നെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് തുടങ്ങും. അങ്ങനെയൊക്കെ തുടങ്ങാറുണ്ട്. അത് ഇപ്പോൾ ഈ ദേഹണ്ണപ്പുരകളിലൊക്കെ കാണാം. ദേഹണ്ണപ്പുരകളിൽ അടുപ്പിലാണ് പാചകം ചെയ്യുന്നതെങ്കിൽ ഒരു മുറി തേങ്ങയിൽ അവർ ആണ് തുടങ്ങുന്നത്. അത് അതിൽ തന്നെ കത്തിച്ച് അങ്ങനെ ജപിച്ച് വെക്കുകയാണ്. മിക്ക ക്ഷേത്രങ്ങളിലും, പല ക്ഷേത്രങ്ങളുടെയും ഈ പാചകപ്പുരയിൽ ഒരു ഗണപതി പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവും. തിടപ്പള്ളിയിൽ പണ്ടൊക്കെ ഗണപതി ഹോമം തിടപ്പള്ളി തന്നെയാണ് പതിവ്. ഇവിടെ പുറത്തേക്ക് ഇങ്ങനെ ആളുകൾക്ക് കാണാൻ വേണ്ടി വലിയ അമ്പലത്തിലാക്കി പതിവൊന്നുമില്ല. ഇപ്പോഴാണ് ഈ ആളുകൾക്കൊക്കെ കാണണം, പ്രസാദം കൊടുത്താൽ പോരാ, കണ്ടു തൊഴണം എന്നൊക്കെ ആഗ്രഹം വന്നപ്പോഴാണ് നമ്മൾ പുറത്തേക്കാക്കിയൊക്കെ വെച്ച് തുടങ്ങിയത്. പണ്ടൊക്കെ വെച്ചാൽ തിടപ്പള്ളിയിലാണ് ഗണപതി ഹോമം. ഈ തിടപ്പള്ളിയിൽ അടുപ്പിലാണ് കഴിക്കാറ്. തിടപ്പള്ളിയിലെ അടുപ്പിലാണ് ഗണപതി ഹോമം നടത്താറ്. അതിന് പ്രത്യേകിച്ച് ഹോമം കൊണ്ടൊന്നും പതിവില്ല, അതിന് ആവശ്യമില്ല. ആ അടുപ്പിൽ തന്നെ കഴിച്ചാൽ മതി. ഈ അപ്പോൾ ഈ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ ഈ ചതുരാകൃതിയിൽ അല്ലെങ്കിൽ വൃത്താകൃതിയിൽ കുണ്ടം ഉണ്ടാക്കി, അല്ല യോനിയാകൃതിയിൽ കുണ്ടം ഉണ്ടാക്കി ഇഷ്ടി കൊണ്ട് പടുത്ത് അത് ചാണകം കൊണ്ടൊക്കെ മെഴുകി അത് വലിയ കുണ്ടം പോലെ ആക്കിയാലേ അത് ഗണപതി ഹോമം ആവുള്ളൂ എന്നൊരു ചിന്ത പൊതുവെ സാധാരണ ആളുകൾക്കാണ്. അതിൻ്റെ വേണ്ട, അങ്ങനെ വേണ്ട. ഇല്ല, നമ്മൾ വെറുതെ ഒരു സ്ഥലം ആ സ്ഥലം കണ്ട് തളിച്ച് മെഴുകി അതിനെ നമ്മൾ കുത്തി കീറുക എന്നൊക്കെ പറയും. ശകലം കൊണ്ട് കീറി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതായി. ഇന്ന് വെറുതെ നിലത്ത് കഴിക്കാം. ഒരു പരിധി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാണ് ഈ കുണ്ടത്തിൻ്റെ പരിധി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ദർഭപ്പുല്ലുകൊണ്ട് പരിസ്തരണം ചെയ്ത് 4 ചതുരം പോലെ ആക്കി അതിനെ നമ്മളത് 4 മൂലയ്ക്ക് ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി 4 വിറകിൻ്റെ നുറുങ്ങ് വെച്ച് രക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് ആ കുണ്ടത്തിനുള്ളിൽ പരിധിയാക്കിക്കൊണ്ട് കഴിക്കാം. ഒരു നിലത്ത് വെറുതെ മണ്ണിലാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ചതുരാകൃതിയിൽ ഒരു കുഴി എടുത്താൽ മതി. ആ കുഴി കുണ്ടായിട്ട് കണക്കാക്കിക്കൊണ്ട് കഴിക്കാം. ഇനി അത് അകത്താണ് ഇതുപോലെ ഇപ്പം ഗ്രാനൈറ്റോ ടൈലോ ഇട്ടൊരു ഫ്ലോർ ആണെങ്കിൽ അവിടെ നമുക്ക് 2 ഓട് കഷ്ണം എടുത്ത് വെച്ചാൽ അതിന് മുകളിൽ ചെയ്യാം. അപ്പോൾ എവിടെയാണോ നമുക്ക് പറ്റുന്ന ആ സാഹചര്യത്തിലെല്ലാം ഗണപതി ഹോമം കഴിക്കാം. ചിലർ ഈ പുകച്ചട്ടിയിലും വീട്ടിലെ ചട്ടിയിലും ഒക്കെ ഗണപതി ഹോമം കഴിച്ചതായിട്ട് പറഞ്ഞു. ചെറിയ ചട്ടിയും കൂട്ടാൻ വയ്ക്കുന്ന മണ്ണിൻ്റെ ചട്ടിയിൽ അതിനകത്ത് കഴിക്കാറുണ്ട്, കഴിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ നമ്മൾ ഈ അഗ്നിഹോത്രം പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ചെമ്പിൻ്റെ ചെറിയ ഹോമമുണ്ട്, 1/2 അടിയൊക്കെയുള്ള ചെമ്പിൻ്റെ ചെറിയ ഹോമമുണ്ട്, അതിൽ കഴിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിറകും ദ്രവ്യങ്ങളും ചെറുതാക്കണം. വലിയ വിറക് കഷ്ണം അവിടെ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ഇത് കഴിക്കുന്നതിൻ്റെ ഫലം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സാധാരണ നമ്മൾ പറയും ഗണപതിയുടെ സാന്നിധ്യമാണ് ഏറ്റവും ആദ്യം വേണ്ടത്, ദ്രവ്യങ്ങളല്ല ഏറ്റവും അത്യാവശ്യം. ഗണപതി കുണ്ടത്തിൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിങ്ങളിട്ടാൽ എള്ള് മാത്രം ഹോമിച്ചാലും അത് ഗണപതി ഹോമമായിട്ട് തന്നെ കണക്കാക്കും. ആ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ എത്രയായിട്ട് കത്തിച്ചാലും അത് വെറുതെ തീകായൽ മാത്രമായി പോകും. നമ്മൾ ആ കുണ്ടത്തിൽ ഗണപതിയുടെ സാന്നിധ്യം ഉണ്ടായാൽ മതി. എന്നും കഴിച്ച് ശീലമുള്ളവർ വെറുതെ സങ്കല്പിച്ചാൽ പോലും അതിനാൽ സാന്നിധ്യം എല്ലാം വരും. ഈ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അത് അനുഭവപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുക? അല്ല, ആ ഗണപതി എന്താണെന്ന് ധാരണയുള്ള ഒരാൾ വേണം ഗണപതി ഹോമം കഴിക്കാൻ. അപ്പോൾ ആ ദേവതയുടെ പ്രസാദം, ദേവതയുടെ സാന്നിധ്യം, ആ അഗ്നിയിൽ ദേവത ഉണ്ടാവും. ആ അഗ്നി എന്ന് പറയുന്നത് ദേവതയുടെ മുഖമായിട്ട് മാറും. ഗണപതിയുടെ മുഖമാണ് ആ അഗ്നിയായിട്ട് വരുന്നത്. അപ്പോൾ ഗണപതിയുടെ വായിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത് പോലെ ആയിട്ട് തന്നെ വരും. അങ്ങനെ വന്നാൽ മാത്രമേ അത് ഗണപതി ഹോമം ആവുള്ളൂ. ഗണപതിയുടെ സാന്നിധ്യം ഇല്ലാതെ, കുണ്ടത്തിൽ ഗണപതിയുടെ സാന്നിധ്യം ഇല്ലാതെ വെറുതെ നമ്മൾ വിറക് കത്തിച്ചാൽ അത് ഗണപതി ഹോമം ആവില്ല. കുണ്ടത്തിലെ അഗ്നിയുടെ മുകളിലാണ് ഗണപതി ആസനസ്ഥനാവുന്നത് അല്ലേ? അഗ്നി മണ്ഡലത്തിലാണ് 2-3 സമ്പ്രദായമുണ്ട്. ഒന്ന് വെളിയിൽ അതൊരു പത്മപീഠമൊക്കെ വിരിച്ച് ഹോമിക്കുന്ന പദ്ധതിയുണ്ട്, അതിൽ പൂജിച്ച പദ്ധതി. അതല്ലാതെ കുണ്ടത്തിന് അടിയിൽ തന്നെ ഒരു പത്മത്തെ ഇട്ടിട്ട് കുണ്ടം അതിന് മുകളിൽ പടുത്ത് ഹോമിക്കുന്ന പദ്ധതിയുണ്ട്. ഇതൊന്നുമില്ലാതെ വെറുതെ അഗ്നിമണ്ഡലത്തിൽ തന്നെ പത്മത്തെ പൂജിച്ചിട്ട് ആ മണ്ഡലത്തിൽ, വന്യമണ്ഡലത്തിൽ ഗണപതിയുടെ സാന്നിധ്യം ഉണ്ടായതായിട്ട് സങ്കല്പിച്ചു. അങ്ങനെയും പദ്ധതിയുണ്ട്. ഈ മറ്റൊരു സംശയം, സാധാരണ ഗണപതി ഹോമം കാണുമ്പോൾ അവിടെ 2 വിളക്കുകൾ വെക്കാറുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഹോമത്തിനും ഒരു വിളക്ക് എന്ന് പറയുന്നത് ഗണപതിയും മറ്റേ വിളക്ക് ഗുരുവുമായിട്ടാണ് സങ്കല്പിക്കുന്നതെന്നാണ്. അപ്പോൾ ഗുരുവിൻ്റെ കാര്യമൊക്കെ ഗുരു എല്ലാം ഇതിനും വേണം. ഗണപതി ഹോമമാണല്ലോ നമ്മൾ നടത്തുന്നത്. ഗണപതി കുണ്ടത്തിൽ ഈ അഗ്നിമണ്ഡലത്തിൽ ആസനസ്ഥനാവുമല്ലോ, സാന്നിധ്യം ചെയ്യുമല്ലോ. മറ്റേ വിളക്ക് വീണ്ടും ഗണപതിയാണ്. അപ്പോൾ 2 ഗണപതിയായി. അത് എങ്ങനെയാണത്? അത് ഗണപതി ഹോമത്തിൻ്റെ സങ്കല്പത്തിൽ ആദ്യം നമ്മൾ ആ ഗുരു കഴിഞ്ഞ് അപ്പുറം വയ്ക്കുന്ന വലതുവശത്ത് വയ്ക്കുന്ന വിളക്കെന്ന് പറയുന്നത് ആദിമൂല ഗണപതിയാണ്, ആദ്യ ഗണപതിയാണ്. മറ്റേത് നമ്മൾ മഹാഗണപതി ആവാഹിച്ചാണ് ഗണപതി ഹോമം കഴിക്കുന്നത്. ഇതാണ് സാധാരണഗതിയിൽ. അതുകൊണ്ടാണ് 2 ഗണപതി വേണ്ടത്. പിന്നെ ചില പദ്ധതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാഗണപതിയെ നമ്മൾ മുമ്പിൽ പീഠത്തിൽ പൂജിക്കാറുണ്ട്. ആ സമയത്തും അതിൻ്റെ പുറകിൽ നമ്മളൊരു കുറുമ്പലും അക്ഷരമായിട്ടൊരു ആദ്യ ഗണപതിയെ സങ്കല്പിച്ച് അവിടെ വയ്ക്കാറുണ്ട്, ആദിമൂല ഗണപതി. അപ്പം അങ്ങനെ വരുമ്പം 3ആവില്ല സാന്നിധ്യം.
ഇവിടെ പൂജ മുഴുമിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ 16 കലകളെയാണ് കുണ്ടത്തിൽ ആവാഹിച്ചിട്ട് ഹോമിക്കുന്നത്. അപ്പോൾ 2 ഗണപതിയെ വരുള്ളൂ അപ്പോഴും. എന്നിട്ട് ഈ ഗണപതിയുടെ ചൈതന്യത്തെ നമ്മൾ തിരികെ മഹാഗണപതിയിലേക്ക് ഉദ്വസിച്ചിട്ട് അഗ്നിയെ നമ്മൾ സംവാദത്തിലേക്ക് ഉദ്വസിക്കും. ഉദ്വസിക്കുക മീൻസ് അങ്ങോട്ടേക്ക് മാറ്റുക എന്നാണ് അർത്ഥം. ഇവിടെ നിന്നിരിക്കുന്ന ഒന്ന് എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നതിനാണ് ഉദ്വസിക്കുക എന്ന്. നസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഇടുക. അപ്പം അങ്ങോട്ട് മാറ്റി നമ്മൾ ആ പ്രസാദം ആ അഗ്നിയിൽ നമ്മൾ ഈ പരിധി വെച്ച പുല്ലുണ്ടല്ലോ, പരിധി വെച്ചിട്ടുണ്ട്, ആ പരിധി വെച്ച പുല്ല് നമ്മൾ എല്ലാം എടുത്തിട്ട് അതിൻ്റെ നുറുങ്ങെല്ലാം നമ്മൾ അഗ്നിയിലേക്ക് ഇട്ട് വീശി കത്തിക്കും. എന്നിട്ട് ഇത് ഒന്നാക്കി പുല്ലെടുത്തിട്ട് കട തമ്മിൽ ചേർത്ത് ഒന്നാക്കി ഇത് കൊളുത്തും, പര്യവസാനിപ്പിച്ചു. ഈ തുടങ്ങുന്നതും ഒരു കൊളുത്തലിലാണ്, ഒടുങ്ങുന്നതും ഒരു കൊളുത്തലിലാണ്. ഇത് കത്തിച്ചിട്ട് അതിനെയാണ് നമ്മൾ സംവാദമായിട്ട് ചേർത്ത് ചാരമായിട്ട് അതിൻ്റെ ചാമ്പൽ നമ്മൾ നെയ്യിൽ അതുപോലെ തന്നെ സംവാദമായിട്ടുള്ള നെയ്യിൽ കലക്കി അതാണ് കുറിയിടാനുള്ള പ്രസാദമായിട്ട് എടുക്കേണ്ടത്. ഹുതഭസ്മം കൊണ്ട് കുറിയിടണമെന്നാണ്, ഹുതഭസ്മം കൊണ്ട്. അല്ലെങ്കിൽ കുണ്ടത്തിൽ നിന്നുള്ള ചാരത്തെ എടുക്കാം. ഈ തൊണ്ട് ചിരട്ടയൊക്കെ കത്തുന്ന ചാരം ഉണ്ടല്ലോ, അത് കലക്കിയെടുത്താലും അതും എടുക്കാം. 2 രീതി ചെയ്യാം. ചിലപ്പോൾ പുല്ലൊന്നും ഉണ്ടാവില്ല, നിത്യഗണപതി പദ്ധതിയിലൊന്നും പുല്ലും പരിസരണമൊന്നും കാണില്ല. നമ്മളൊരു ഹോമകുണ്ടം ഇഷ്ടികൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പരിധി അതാണ്, കുണ്ടത്തിനകമാണ് പരിധി. അപ്പം പിന്നെ പുല്ലിട്ടിട്ടൊരു പരിധിയെ കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഗണപതി ഹോമം പല സ്ഥലങ്ങളിലും പല രീതിയിൽ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സംവാദ സൂക്തം കൊണ്ടുള്ള ഗണപതി ഹോമം എന്ന് പറഞ്ഞ് പ്രത്യേക അവസരങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സംവാദ സൂക്തം എന്താണ്? സംവാദ സൂക്തം കൊണ്ടുള്ള ഗണപതി ഹോമത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതൊന്ന് പറഞ്ഞുതരാം. ഐക്യമത്യ സൂക്തം തന്നെയാണ് സംവാദ സൂക്തം എന്ന് പറയുന്നത്. സംസമിദ്യോസേ വൃഷണ്ണഗ്നേ തുടങ്ങുന്ന കുറച്ചേ ഉള്ളൂ. അത് ഗണപതിയായിട്ട് വളരെ ബന്ധമുണ്ട് ആ സൂക്തത്തിന്. കാരണം ഈ ഐക്യമത്യമാണ് നമുക്ക് വേണ്ടത്. ഒരു വിവാദം ഉണ്ടായാൽ, ഒരു യോജിപ്പിലേക്ക് എത്തിയാൽ ഈ തടസ്സത്തെ മറികടന്ന് പോവാം. നമ്മൾ ലളിതമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു ജലവൈദ്യുത പദ്ധതി വന്നു കുറേ ആളുകൾ അതിൻ്റേതായിട്ടുള്ള അവരുടെ കൺസേൺ ഉണ്ടാവും, അവരെ എതിർപ്പുമായിട്ടൊക്കെ മുന്നോട്ട് വരും. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് നടപ്പിലാക്കുകയും വേണം, പ്രയോജനം ഉണ്ടാവുകയും വേണം എന്നാൽ ഇതിനെ അപ്പോൾ അവിടെ ഒരു വിവാദം ഉണ്ടാവുകയാണ്. അവിടെ ഈ ഐക്യമത്യ സൂക്തത്തിൻ്റെ പ്രയോഗം ഉണ്ടായാൽ ഇവർ തമ്മിലൊരു യോജിപ്പിലെത്തി മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോഴും ഈ തടസ്സം നീങ്ങിപ്പോവല്ലേ ചെയ്യുന്നു. അതെ. അതുകൊണ്ടാണ് ഐക്യമത്യ സൂക്തത്തിന് അല്ലെങ്കിൽ സംവാദ സൂക്തത്തിന് ഇത്രയും പ്രാധാന്യം കാണുന്നത്. ശത്രുതയും വിയോജിപ്പും ഒക്കെ സംവാദ സൂക്തം എല്ലാവരും യോജിക്കണം, എല്ലാവരും യോജിപ്പോടെയാണ് പോകേണ്ടത്. അല്ലാതെ ഒരാളുടെ മേളിൽ വിജയമല്ല ഉണ്ടാവേണ്ടത്, അധീശത്വം അല്ല വേണ്ടത്. എല്ലാവരെയും ഒരുപോലെ അതൊരു മഹത്തായ കൺസെപ്റ്റാണല്ലോ. അങ്ങനെയാണ് ഗണപതിയുടെ കൺസെപ്റ്റ്. ഈ വശ്യം ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെയാണ്. ഈ വശ്യഗണപതി മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് വശ്യം ചെയ്യുമ്പോഴും പരസ്പരം വിൻ സിറ്റുവേഷനിൽ ഉണ്ടാക്കുക വേണ്ടത്. അല്ലാതെ ഒരാളെ നമ്മൾ അടിമയാക്കി വെക്കാനല്ല ഇത് ചെയ്യുന്നത്. പൊതുവെ ആളുകളുടെ ധാരണ അങ്ങനെയാണ്. ഈ വശ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ അടിമയാക്കുക എന്നുള്ളത് അങ്ങനെയല്ല. അയാൾക്കും ഇതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവണം, നമുക്കും ഉണ്ടാവണം. രണ്ടുപേരും ബോധ്യപ്പെട്ടാൽ മതി. ഇപ്പം എത്ര ആ ഐക്യമത്യ സൂക്തത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അമൃത് കടയാൻ വേണ്ടിയിട്ട് ചൊല്ലുന്നതിൽ വിരോധമുണ്ടോ? ചൊല്ലുന്ന വിരോധമൊന്നുമില്ല, മുഴുവൻ ചൊല്ലണ്ട എന്ന് വിചാരിച്ചു. സംസമിദ്യോസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിദ്യസേ സനോവ ശൂന്യാഭര സംഗച്ഛത്വം സംവദത്വം സംവോമനാംസി ജാനത ദേവാഭാഗ യഥാപൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസഹ ചിത്തമേഷ സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനീനവോ ഹവിഷാജ്യുഹോമി സമാനീവ ആഹൂതി സമാന ഹൃദയാനിവ സമാന വസ്തുവോ മനോ യഥവാഹ സുസഹാസതി. അവസാന ഭാഗം നോക്കിയാൽ സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസഹ ചിത്തമേഷ. എല്ലാവരും ഒരേ മന്ത്രം ജപിക്കട്ടെ, എല്ലാവരുടെയും മനസ്സൊരുപോലെ ആവട്ടെ. സമാനം മന്ത്രം അഭിമന്ത്രയേവ, ഒരേ മന്ത്രം തന്നെ അഭിമന്ത്രം ചെയ്യട്ടെ. സമാനീനവോ ഹവിഷാജ്യുഹോമി, ഒരേ ഹവിസുകൾ ഹോമിക്കട്ടെ. സമാനീവ ആഹൂതി, ഒരേപോലെ ആഹൂതി കൊടുക്കട്ടെ. സമാന ഹൃദയാനിവ, ഹൃദയങ്ങൾ ഒരുപോലെ ആവട്ടെ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഏകാഭിപ്രായത്തിലേക്ക് വരട്ടെ എല്ലാവരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യോജിപ്പുണ്ടായിട്ടാണ് ഈ അമൃത് കടഞ്ഞെടുക്കുന്നത്. അപ്പം 2 എക്സ്ട്രീം എൻഡിനെ കൊണ്ടുവന്നിട്ട് ഒരു കർമ്മം ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ അത്ര പോലും എക്സ്ട്രീമിറ്റി അല്ലാത്ത ആളുകൾ അവർ വിചാരിച്ചാലും ഈ കാര്യത്തെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെയാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ അതുപോലെ യോജിപ്പോട് കൂടിയിട്ട് വരട്ടെ. അപ്പം അങ്ങനെ വന്നാലും മാറുന്നത് തടസ്സം തന്നെയാണ്. ശരിയാണ് അല്ലേ? ഒരു കാര്യം മുന്നോട്ട് ഇറങ്ങുമ്പോൾ
ഇപ്പം നമ്മുടെ പൊളിറ്റിക്സ് തന്നെ നോക്കുക. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. അപ്പം ഒരേപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും പറഞ്ഞു ഇത് തിരിച്ചടിക്കണം. അതെ 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 അല്ലേ? അതെ, എല്ലാവിധ രാഷ്ട്രീയക്കാരും ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഭാരതത്തിൽ ആവശ്യപ്പെട്ട ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പൊളിറ്റിക്സ് പിന്നെ അതിന് ശേഷം പിന്നെ അത് തെളിവും അതൊക്കെ പോട്ടെ, പക്ഷേ ഒരേപോലെ ഒരു മനസ്സിലേക്ക് അവർ വന്നില്ലേ, അതാണ് ഈ ഐക്യമത്യ സൂക്തത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്.